നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ നിസ്തുല്യ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തീയ വന്ദനങ്ങൾ. ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ ദൈവം ദാനമായി തന്നു. കഴിഞ്ഞ രാത്രിയിൽ നമ്മൾ സമാധാനത്തോടുകൂടെ കിടന്നുറങ്ങി. ദൈവം നമ്മെ താങ്ങിയതുകൊണ്ട് നമുക്ക് ഉണരുവാനായിട്ട് കഴിഞ്ഞു. അല്പസമയത്തെ വിചിന്തനത്തിനു വേണ്ടി പുറപ്പാട് പുസ്തകം 14 അധ്യായം 13 വാക്യം. പുറപ്പാട് പുസ്തകം 14 അധ്യായം 13 വാക്യം. അതിന് മോശ ജനത്തോട്, ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പീൻ, യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവീൻ. യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവീൻ. ജീവിതത്തിൻ്റെ നിർണായക ഘട്ടങ്ങളിൽ മാറിപ്പോകുന്നവനും മറയുന്നവനുമല്ല സർവശക്തനായ ദൈവം. നമുക്ക് വേണ്ടി നേരെ നിൽക്കുന്നവനാണ്. ദൈവത്തിനു വേണ്ടി നാം നേരെ നിൽക്കുന്ന എല്ലാ സാഹചര്യത്തിലും നമുക്ക് വേണ്ടി ദൈവം നേരെ നിൽക്കുന്നവനാണ്. ഇസ്രായേൽ ജനത്തിൻ്റെ ജീവിതത്തിലെ നിർണായകമായ ഒരു സമയമായിരുന്നു ചെങ്കടലിൻ്റെ തീരത്ത് അവരെത്തിയത്. സ്വയമായിട്ട് അവരെത്തിയതല്ല, ദൈവം അവരെ അവിടെ എത്തിച്ചതാണ്. വേറെ എളുപ്പവഴിയൊക്കെ ഉണ്ടായിരുന്നു എങ്കിലും ദൈവത്തിന് ചില കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ തികയ്ക്കണമായിരുന്നു, വെളിപ്പെടുത്തണമായിരുന്നു, ചെയ്തെടുക്കണമായിരുന്നു. അതിനുവേണ്ടിയാണ് ചെങ്കടലിൻ്റെ തീരത്തേക്ക് അവരെ ദൈവം എത്തിച്ചത്. എന്നാൽ ചെങ്കടലിൻ്റെ തീരത്ത് അവരെത്തിയപ്പോൾ അവരുടെ ഇടയിൽ തന്നെ അതിനെക്കുറിച്ച് പല അഭിപ്രായങ്ങളുണ്ടായി. അവരവിടെ ആയിരിക്കുന്നത് കേട്ടതായ ഫറവോനും സൈന്യവും പറഞ്ഞത് അവർ കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഫറവോൻ അവരെ പിന്തുടരാൻ ദൈവം ഫറവോൻ്റെ ഹൃദയത്തെ കഠിനമാക്കി. ഫറവോൻ ഹൃദയം കഠിനപ്പെടുത്തിയത് കൊണ്ടാണ് ദൈവം ഫറവോൻ്റെ ഹൃദയത്തെ കഠിനപ്പെടുത്തിയത്. ഫറവോൻ അവരെ പിന്തുടരുകയാണ്. അവരുടെ ഇടയിൽ നിന്ന് തന്നെ ചിലർ ഇങ്ങനെ ഇറങ്ങിത്തിരിക്കേണ്ട കാര്യമില്ലായിരുന്നു എന്നുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നുണ്ട്. മോശയുടെ ഹൃദയം ദൈവസന്നിധിയിൽ പിടഞ്ഞു. മോശ സങ്കടപ്പെട്ടു. ആ സങ്കടങ്ങൾ ആരും കാണുന്നില്ലെങ്കിലും ദൈവം ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ എന്നോട് നിലവിളിക്കുന്നത്? മുൻപോട്ട് പോകാൻ ജനത്തോട് പറയും. മുൻപോട്ട് പോകണമെന്നും ആഗ്രഹമുണ്ട്, പക്ഷേ മുൻപോട്ട് പോകാൻ കാലുവെക്കാനൊരിടമില്ലാത്ത ആ പ്രത്യേക പശ്ചാത്തലം. പല അഭിപ്രായങ്ങൾ അവരുടെ ഇടയിൽ ഉരുത്തിരിയുമ്പോൾ ദൈവത്തിൻ്റെ ദാസനായ മോശ ജനത്തെ ഉറപ്പിക്കുന്നതിന് വേണ്ടി പറയുന്നൊരു പദമാണ്, നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങൾ ഉറച്ചു നിൽക്കണം. യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവീൻ. ഫറവോൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് നിങ്ങൾ കേട്ട് ഭയപ്പെടുന്നത്. ഇന്നലകളിൽ നിങ്ങൾ കണ്ടത് മനുഷ്യർ ചെയ്തു വരുന്ന കാര്യങ്ങളെക്കുറിച്ചാണ്. എന്നാൽ സർവശക്തനായ ദൈവം പറയുന്നു, നിങ്ങൾ നാളുകളിൽ കാണാൻ പോകുന്നത് ദൈവം ചെയ്യുവാനിരിക്കുന്ന കാര്യങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഭയപ്പെടാതെ ഉറച്ച് നിന്ന് ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം നമ്മെ കൈവിടുന്നവനോ ഉപേക്ഷിക്കുന്നവനോ അല്ല. സ്വർഗത്തിലെ ദൈവം ചെയ്യുവാനിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ കാണാനായിട്ട് പോവുകയാണ്. അനർത്ഥം കാണുമെന്നോ ദോഷം കാണുമെന്നോ അല്ലെങ്കിൽ നന്മ കാണത്തില്ല. ഭക്തനിങ്ങനെ പാടി, ജീവനുള്ളവരുടെ ദേശത്ത് ഞാൻ യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ല എങ്കിൽ എനിക്ക് കഷ്ടം. നിങ്ങൾ ജീവിതത്തിൽ ഇന്ന് വരെ നേരിടാത്ത വലിയ പ്രതിസന്ധിയുടെ വക്കത്താണോ നിൽക്കുന്നത്? യാതൊരു വഴിയും കാണുന്നില്ല എങ്കിലും വഴി നമുക്കേ ഉള്ളൂ കാണാൻ കഴിയാത്തത്. വഴി കാണിച്ചു തരുന്ന, വഴി ഒരുക്കാൻ കഴിവുള്ള ദൈവം പറയുകയാണ്, നിങ്ങൾ കാണാൻ പോകുന്നത് ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളാണ്. ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ കാണാത്ത ചില കാര്യങ്ങൾ ചെയ്യാൻ പോവുകയാണ്. ഇതുവരെ നേരിടാത്ത വലിയ പ്രതിസന്ധിയാണ് നിങ്ങൾ അഭിമുഖീകരിക്കുന്നെങ്കിൽ, ഇതുവരെ കാണാത്ത ചെങ്കടലിൽ വറ്റുന്നത് ഇസ്രായേൽ മക്കൾ അതിനു മുമ്പ് കണ്ടിട്ടില്ല. അതുപോലെ നമ്മുടെ ലൈഫിൽ ഇതുവരെ കാണാത്ത ദൈവപ്രവൃത്തി ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരാൻ പോവുകയാണ്. ആ വഴി തികവുള്ള വഴിയാണ്. ആ വഴി ശ്രേഷ്ഠകരമായ വഴിയാണ്. ഒരു മനുഷ്യന് മഹത്വമെടുക്കാൻ കഴിയാത്ത വഴിയാണ്. ആ വഴി നമ്മുടെ ജീവിതത്തിൽ ദൈവം വെളിപ്പെടുത്തും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.